Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. പക്ഷേ പെസഹ വ്യാഴാഴ്ച എന്താണെന്നുള്ള വിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് മുന്നായിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വെജിറ്റേറിയൻ അല്ല, ഈസ്റ്റർ വരാൻ പോവുക. അപ്പോൾ ഈസ്റ്ററിന് ഒരു ഇച്ചിരി കാര്യമായിട്ടൊക്കെ നമ്മുടെ ടേബിളിൽ വരണ്ടേ. ഈസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എൻ്റെ ആനീസ് കിച്ചൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു മുന്നോടിയായിട്ട് ഒരു ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും എല്ലാ പ്രേക്ഷകർക്കും ഞാൻ സ്നേഹം നിറഞ്ഞു തരികയാണ്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ നോൺ വെജിറ്റേറിയൻ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഈസ്റ്ററിനെ മെയിനായിട്ട് മുൻകൂട്ടി വെച്ചിട്ടാണ്. പിന്നെ പെസഹ വ്യാഴാഴ്ച ബേസിക്കലി നമ്മൾ പെസഹ അപ്പം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ, അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് പെസഹാപ്പം ഉണ്ടാക്കി വെച്ച് നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരാൾ വരുമ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനൊക്കത്തില്ല. അതുകൊണ്ടും മാത്രമല്ല എൻ്റെ പ്രേക്ഷകർക്ക് ഈസ്റ്ററിന് വിഭവസമൃദ്ധമായ ടേബിൾ ഒരുക്കാനായിട്ട് ഒരു ചെറിയ ഒരു സ്വാദിഷ്ടമായ ഒരു നാടൻ വിഭവം കൂടിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമില്ല, ഒരു പാൽക്കപ്പയും ഇറച്ചിക്കറിയും. പാൽക്കപ്പ ബേസിക്കലി ചുമന്ന മീൻകറിയുടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് ഒരു നാടൻ ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറിയൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് വീടുകളിലൊക്കെ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്വാദോടുകൂടി ഇച്ചിരി കൂടെ മെനക്കെട്ട് ഒരു കറി വെച്ചാലും നല്ല സ്വാദോടുകൂടി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന പാൽക്കപ്പയും ഇറച്ചിക്കറി ആയതുകൊണ്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് വേഗം ഞാൻ പറഞ്ഞു തരാം എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത്. പാൽക്കപ്പയ്ക്ക് ഏറ്റവും എളുപ്പം കേട്ടോ. എല്ലാവരും വിചാരിക്കും ഇച്ചിരി പാടാന്ന്, പക്ഷെ അല്ല, ഏറ്റവും എളുപ്പമാണ്. പാൽക്കപ്പയ്ക്ക് കുറച്ച് നല്ല വേകുന്ന കപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത്, അതായത് നല്ല മാവ് പോലെ ഇരിക്കുന്ന കപ്പയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഒന്നാം പാല്, തേങ്ങാപ്പാൽ, പിന്നെ കുറച്ച് രണ്ടാം പാല്, ഇത്രയും സാധനമാണ് വേണ്ടിയേ. പിന്നെ ഉള്ളത് പച്ചമുളകാണ് ഇഷ്ടമെങ്കിൽ അത്, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് കാന്താരിയാണ്. ഇത് കുറച്ച് കാന്താരി ചതച്ചതാ. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് എരു നോക്കി വെച്ച് വേണം അത് ചേർക്കാനായിട്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ഉള്ളി, അത് ഇത്രയും കപ്പയ്ക്ക് കുറച്ചൊരു 3-4 ഉള്ളി മതിയാവും. ഇതും ചതച്ച് വെച്ചേക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി ചെറിയ ഉള്ളി, വറ്റൽ മുളക്, ഇതെല്ലാം കടുക് വറുക്കാനാണ്. അപ്പം അതിൻ്റെ കൂടെ കടുക്, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും സാധനമാണ് വേണ്ടിയത്. ഇനി നമ്മുടെ ഇറച്ചിക്ക് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ പട്ട, ഗ്രാമ്പു, ഏലക്ക എന്ന് പറയുന്ന സ്പൈസസ് ഇല്ല, അത് കുറച്ച് റോ ആയിട്ട് എടുക്കുന്നത്. ഇത് പട്ടയുടെ ഇലയാ. ഒരു ചെറുതാണെങ്കിൽ ഒരു ഇല വെച്ചാൽ മതിയേ, വലുതാണെങ്കിൽ പകുതി. പട്ട ഒരു കഷ്ണം. പിന്നെ വേണ്ടിയത് ഗ്രാമ്പു, തക്കോലം, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഇത്രയും സ്പൈസസാണ് നമുക്ക് വേണ്ടത്. കശകശ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി ചേർത്തോ. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള, 1 കിലോയ്ക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. പിന്നെ പൊടികളായിട്ട് നമ്മുടെ ഉള്ള എല്ലാ പൊടിയും, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് കുറച്ച് ഞാൻ മേടിച്ച പൊടിയാണ്ടോ ഇത്ര ഫൈൻ പൗഡർ ആയിരിക്കുന്നത്, അതല്ല ഇച്ചിരി ചതച്ചെടുത്താലും മതിയേ. പിന്നെ ഗരം മസാല, ഇത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഇത് ലാസ്റ്റ് നമ്മൾ ഇറക്കാൻ നേരം കുറച്ച് പൊടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ വേണ്ടിയത് തക്കാളി, ഇതൊരു 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്, മീഡിയം സൈസ് 2 തക്കാളി. പിന്നെ എടുത്തേക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇത്രയും സാധനമാണ് വേണ്ടിയ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാൽക്കപ്പയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ കപ്പ എടുത്തേച്ച് അതിനെ മിക്സ് ചെയ്യാം. ആദ്യം അന്നേച്ച് തീ കത്തിക്കാം. ഈ കപ്പയ്ക്കകത്തോട്ട് രണ്ടാം പാല് കുറച്ച് ഒഴിക്കണം. തേങ്ങാപ്പാൽ കറക്റ്റായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ പൊടി മേടിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ തേങ്ങയിൽ തന്നെ എടുക്കുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ സമയം അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൊടിയായാലും ചേർത്താൽ മതി. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും പറയും തേങ്ങയിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി, ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 5-6 ഉള്ളി ചതച്ചത്. പിന്നെ എരിവ് അനുസരിച്ച് കാന്താരി മുളകാണ് കുറച്ചുകൂടെ ടേസ്റ്റ് പച്ചമുളകിനെക്കാട്ടിലും.
അപ്പം എന്നാന്ന് വെച്ചാൽ കാന്താരി മുളകാണെങ്കിൽ അതിടുക. അത് അത്ര എരിവ് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3-4 എണ്ണ ഇടുന്നുള്ളൂ. നമുക്ക് എരിവ് വേണം തോന്നിയാൽ നമുക്ക് ചേർക്കാം. പിന്നെ ഈ കപ്പ പുഴുങ്ങിയപ്പോൾ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, സത്യം പറഞ്ഞാൽ ഇത് പുഴുങ്ങി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അതിനു വേണ്ടി ഇനി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോർഷൻ കാണിക്കാത്തത്. ഇത് പുഴുങ്ങി വെച്ചേക്കുവാ. അതിനകത്ത് പുഴുങ്ങിയപ്പോഴത്തേന് ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടേച്ചാ പുഴുങ്ങിയത്. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണം. ഇനി ഇത് അടുപ്പൊന്ന് കത്തിച്ചേച്ച് ഇതൊന്ന് ഇളക്കാം. അതായത് നമ്മുടെ ആ തേങ്ങാപ്പാലും കപ്പയും എല്ലാം ഒന്ന് ചേരണ്ടേ ഇതിനകത്തോട്ട്. എന്താ പറയുക, കാന്താരിയുടെ എരിവ്, ഉള്ളി അതിനെ ചേർത്തു, അതെല്ലാം ഒന്ന് ചേർന്ന് കിട്ടണം. അതായത് അതൊന്ന് വേകണം. അപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് ഉടഞ്ഞ് ഒന്ന് കുറുകി വരുന്ന പരുവാവേ. ഓക്കെ, ഇത് വേവുന്ന സമയം, അതായത് വെന്തതാണ്, ഇതിനകത്ത് ഉള്ളിയും കാന്താരിയും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പുറത്തെ അടുപ്പ് കത്തിച്ചേച്ചേ നമുക്കൊന്ന് കടുക് വറക്കാം. വെളിച്ചെണ്ണ ആണ് എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ്. വെളിച്ചെണ്ണ ഏറ്റവും നല്ല ടേസ്റ്റ് വരിക. അതല്ല ചിലരാണെങ്കിൽ നെയ്യ് ഒഴിക്കുന്നവരുണ്ട്. ഏതാണെങ്കിലും നമ്മുടെ ഇഷ്ടം ഏതാന്ന് തോന്നിയാൽ അത് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ കപ്പയിലെ പാല് തിളച്ചു തുടങ്ങി. ഇനി അതൊരു ഇച്ചിരി ആ ഉള്ളി ഒന്ന് വേവണം, കാന്താരി ഒന്ന് വേവണം, അത്ര താമസമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പച്ച ചുവ വരും. അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. ഞാൻ കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇടാത്തത്. ഇനിയിപ്പോൾ അത് പോരാൻ തോന്നുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഓരോരുത്തരുടെ സ്വാദനുസരിച്ച് ഉപ്പ് ചേർത്തോണം. എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് കടുക് ഇടുക. ഇച്ചിരി കടുക് ഇടുക, കുറച്ച് ചെറിയ ഉള്ളി. കടുക് വറുക്കാനുള്ളത് നമുക്കറിയാമല്ലോ, കടുക് വറുക്കാൻ എത്ര വേണ്ടെന്ന് വെച്ചാൽ അത്. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി ഒരു എത്ര വരെ, ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതിനി നല്ലതായിട്ടൊന്ന് മൂക്കണം. അതാണ് അതിൻ്റെ ആ എന്താ പറയുക, ഫ്ലേവർ എല്ലാം ആവണം. ഉള്ളി ബ്രൗൺ ആവട്ടെ. ആ സമയം ഒരു 2 വറ്റൽമുളക് ഇടുക. കുറച്ച് കറിവേപ്പില ലാസ്റ്റ്, എന്നാലേ എന്താ പറയുക ഒരു മണം നിൽക്കത്തുള്ളേ. എൻ്റെ ഉള്ളിയെല്ലാം മൂത്തു, ആ വെളുത്തുള്ളി എല്ലാം മൂത്തു, ഇഞ്ചി മൂത്തു. തീ ഓഫ് ചെയ്തേച്ച് കറിവേപ്പില ഇടുക. അല്ലെങ്കിൽ കറിവേപ്പില മൂത്തേച്ചുണ്ടല്ലോ അതിൻ്റെ ആ മണം അങ്ങ് പോകും. ഓക്കെ, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം നമ്മുടെ കപ്പ ഏകദേശം വറ്റി. കണ്ടോ, ഇത് കയറി പെട്ടെന്ന് അങ്ങ് കുറുകുവേ. എന്നാൽ നമ്മുടെ ഉള്ളിക്ക് ഒരു ഇച്ചിരി വേവ് കൊണ്ട് താനും അതാവണം. അപ്പം ഇതൊന്ന് ഒരു വിധം ആയി കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി കൂടെ അന്ന് ആവണം. ആയതിനു ശേഷം നമുക്ക് 1-ാം പാലൊഴിക്കാം. ഓക്കെ, ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ബാക്കി 1-ാം പാല് കുറച്ച് ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം കിടന്ന് തിളയ്ക്കേണ്ട. ഒന്ന് നല്ല ചൂടായിട്ടൊന്ന് ബബിൾസ് ഒക്കെ വരുവല്ലേ, അന്ന് പറഞ്ഞ പോലെ ആയാൽ മതി. ഇത് നമ്മൾ ഈ ലൂസ്, എനിക്ക് കുറച്ച് ലൂസായിട്ടിരുന്ന് കഴിക്കുന്ന ഇഷ്ടം. ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കപ്പ വേവിച്ച് കഴിക്കുന്ന പോലെ ഇരിക്കും. വേണ്ട, നമ്മുടെ 1-ാം പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് അത് നല്ലതായിട്ട് അങ്ങ് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാൻ പോവുക. ഓക്കെ, തീ ഓഫ് ചെയ്തേച്ച് വേണ്ട ഈ കടുക് വറുത്തതും കൂടെ
ഇതിനകത്തോട്ട് അങ്ങനെ ഇടുക. ഈ ലൂസും ഇനി നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതങ്ങ് കട്ടിയാവും. ഇനി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ ചിക്കൻ കറി എങ്ങനെയാണെന്ന് ആക്കി തരാം. ദിസ് ഇസ് പാൽക്കപ്പ, ഞാൻ ചെയ്യുന്ന വേർഷൻ. ഇനി ഇതിനൊരു മാറ്റം വേറെ രീതിയിൽ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലർ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് ഇടുന്നവരുണ്ട്, നെയ്യ് കടുക് വറുക്കുന്നവരുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒത്തിരി ഇഷ്ടം. അപ്പോൾ ഇത് എൻ്റെ വേർഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നാടൻ ഒരു ചിക്കൻ കറി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അടുത്ത തന്നെ ചെയ്യുന്നതെന്നറിയോ, ചിക്കൻ കറി. ഇതിനും കുറച്ച് മെനക്കേടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനത്തെ നമ്മുടെ നാടൻ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാടൻ ഭക്ഷണം കഴിക്കുമ്പോൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിന് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്പൈസസ് എടുക്കുമ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിടാം, ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പം അതങ്ങ് മുരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ചീനച്ചട്ടിക്ക് കുറച്ച് പൊതുവേ കട്ടി കൂടുതലാണ്. അപ്പോൾ ഇതങ്ങ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നങ്ങ് മുരിയും. ഇത് ഞാൻ പറഞ്ഞുണ്ട് എല്ലാം മുഴുത്ത ഇലയാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഈ ഒരു കുഞ്ഞില മതി, ഒരു ഇല ഇടുന്നുള്ളൂ. വേണ്ടേ, തീ കുറച്ചേ ചിടുക. ചൂടുണ്ട്. പട്ട ഒരു കഷ്ണം, ഗ്രാമ്പു ഒരു 3-4 എണ്ണം. ഇതിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗരം മസാല ഇല്ലെങ്കിൽ നമ്മളൊരു മസാല എടുത്ത് പൊടിക്കുകയല്ലേ, ഒരു കിലോ കോഴിക്ക് എത്ര വേണം അതനുസരിച്ച് നമ്മൾ എടുക്കുകയല്ലേ, അന്ന് പറഞ്ഞ പോലെ എടുത്താൽ മതി. പിന്നെ ഏലക്ക ഒരു 3-4 എണ്ണം, പെരിഞ്ചീരകം ഒരു 1.5 ടീസ്പൂൺ. ഞാൻ കൈക്ക് അളവ് എടുക്കുവാണേ. ഓക്കെ, ഇതിനകത്തോട്ട് വേണ്ട വെള്ളം പറ്റി ഒട്ടും വെള്ളമില്ല. ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത്രയും മസാല മൂക്കാൻ ഇത്രയും വേണോ എന്നുള്ള ചോദ്യമല്ല. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് സവാള ഇടാനുള്ളത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചെന്നേ ഉള്ളൂ. ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി വഴറ്റുക. അതൊന്ന് നല്ലതായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് തക്കാളി ചേർക്കുക. ഈ പട്ട ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഭയങ്കര കട്ടിയുള്ള പട്ടയാണെങ്കിൽ നമ്മളിത് അരയ്ക്കുമ്പോൾ ആ പട്ടയുടെ കുത്തൽ ഒത്തിരി ഫ്രണ്ടിൽ നിൽക്കും. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ പട്ട മാറ്റി വെച്ചിട്ട് ബാക്കി സ്പൈസസ് അരച്ചേച്ചാൽ മതി. 1 കിലോ കോഴിക്ക് ഒരു 2 സവാള, അതാ കണക്കെ. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി, ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. ഇനി ഇതൊരു ഇച്ചിരി നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ ബിരിയാണിക്കൊക്കെ മൂക്കുകയല്ലേ, അത്രയും വേണ്ട, പക്ഷെ അതിനോട് അടുപ്പിച്ച് തന്നെ ഇത് മൂക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ പട്ടയുടെ ഇല അതും ശ്രദ്ധിച്ചോണം. അതും അരയ്ക്കണ്ട എന്നുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ടയും പട്ടയുടെ ഇലയും ഒന്ന് മാറ്റിയിട്ട് ബാക്കിയെല്ലാം അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ രണ്ടും അങ്ങ് ചേർത്തേച്ചാൽ മതി. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണ്ട. നമ്മുടെ ഉള്ളി ഇച്ചിരി മൂത്തു. ഇനി അതിനകത്തോട്ട് ഞാൻ വേണ്ട അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർക്കുക. ഇനി ഇതും ഒന്ന് ഇച്ചിരി വഴന്ന് വരണം. ഓക്കെ, വേണ്ട ഈ ടൊമാറ്റോ ഇത്രയും മതി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊന്ന് ആറിയേച്ച് അരയ്ക്കണം. അരച്ചതിന് ശേഷം അടുത്ത് എന്നാന്നുള്ളത് പറഞ്ഞു തരാനൊക്കത്തുള്ളൂ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ചീനച്ചട്ടി ഒന്ന് കത്തിച്ചേച്ച് ഇനിയുള്ള കാര്യമൊക്കെ ഭയങ്കര എളുപ്പമല്ലോ. ഇത്രയും മെനക്കെട്ടേച്ച് ഇനി കിടന്നുള്ള കാര്യം എളുപ്പമെന്ന് പറയുന്നതൊക്കെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഇനി ഇതിനകത്തോട്ട് തീ നല്ല കുറച്ച് വെച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാ. കുറച്ച് മുളക് പൊടിയൊക്കെ എരു നോക്കി വെച്ചിട്ടാൽ മതി. കാശ്മീരി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് എന്താ പറയുക എരു വരികയില്ല, പക്ഷെ കറിക്ക് നല്ല നിറവായിരിക്കും. ഞാൻ നേരത്തെ വേണ്ട ആ പട്ടയും
പട്ടയുടെ ഇലയും പട്ടയും ഒന്ന് മാറ്റി വെച്ചായിരുന്നു. അത് ഞാൻ തിരിച്ചിടുക. എനിക്ക് എപ്പോഴും അത് അരയ്ക്കാനായിട്ട് ഭയങ്കര പേടിയാണ്. എങ്ങാനും ചിലപ്പോൾ അതിൻ്റെ ഒരു കുത്തൽ മുന്നേ വന്നാൽ ഉണ്ടല്ലോ ടെൻഷനാണ്, ഉള്ള സത്യം പറയാമല്ലോ. ഓക്കെ, ഇനി ഞാനിത് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ നേരത്തെ മസാല ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കുക. അതിനകത്ത് മസാല ഞാൻ മുഴുവൻ കളയുകയല്ല, ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് കുലുക്കി എടുക്കണം. ഇനി തീ ഒരിച്ചിരി കൂട്ടി വെച്ച് ഈ മസാല എല്ലാം ഇതിനകത്തൊന്ന് ചേർന്ന് വന്ന് നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ ഒന്ന് തെളിയണം. അതിനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിക്കുക, പൊടി വേവിക്കുക, അത് കഴിഞ്ഞ് ആ എണ്ണ തെളിയിക്കുക. അപ്പോൾ ആ വെള്ളം എന്തായാലും നമുക്ക് ഈ മസാലയിലോട്ട് തന്നെ ചേർക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില, ആ മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ട് മൂത്ത ഒരു മണമുണ്ട്. ആ പച്ചച്ചൊവ മാറിയത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഇനി നമ്മുടെ ചിക്കനകത്തോട്ട് ഇതൊന്ന് പിടിക്കണ്ടേ ഈ മസാല കംപ്ലീറ്റ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. ഓക്കെ, ഈ സമയത്ത് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇനി എന്താ ചെയ്യേണ്ട അറിയോ, ഇതിന് ഉപ്പ് എന്തായാലും വേണ്ടി വരും. ഞാൻ ആ ചിക്കനേലും കൂടെ പിടിച്ച് കഴിയുമ്പോൾ എത്രയുണ്ട്, നമ്മൾ ഇച്ചിരിയല്ലേ ചേർത്തുള്ളൂ. അതായത് ചിക്കനേയും കൂടെ പിടിക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും. ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് ഞാൻ അടച്ചു വെക്കാം. ഇനി എന്നാന്നറിയോ, ഇതിനകത്ത് ഞാൻ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം വെച്ച് തന്നെ ആ ചിക്കൻ ഒന്ന് വേവട്ടെ. അതാ അതിൻ്റെ കുറച്ചുകൂടെ സ്വാദ്. ഞാൻ ചില സമയം പറയാറുണ്ട് അതിനെ ഒന്ന് സഹായിച്ച് കൊടുക്കാമെന്ന്, കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച്. ഇപ്രാവശ്യം എനിക്കൊരു ഇച്ചിരി സിമ്പതി ഇല്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാടൻ ഒരു കറി വെക്കുമ്പോഴത്തേക്ക് അതിനൊരു പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്വാദ് ഒന്ന് കുറച്ച് കുറയും. ആ സ്വാദ് കുറയാൻ ഞാൻ ഇന്ന് ഒട്ടും തയ്യാറല്ല. അതുകൊണ്ട് ഞാനിതിനെ ഇനി എന്താ ചെയ്യുക, ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് വെന്ത് കഴിയുമ്പോൾ അവനവന് ഇഷ്ടമാണെങ്കിൽ ഈ മസാലയുടെ ചൊവ മതിയെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഗരം മസാല ഇടരുത്. അതല്ല നമുക്ക് ഇച്ചിരി കൂടെ മസാലയുടെ ഒരു ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചിക്കൻ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു നുള്ള് ഗരം മസാല ഇട്ടേച്ച് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുക, കുറച്ച് കറിവേപ്പില ഇടുക, വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ചിക്കൻ കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, മക്കൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ്. അതും പാൽക്കപ്പയും ഒരു ഉഗ്രൻ ടേസ്റ്റ് തന്നെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ഇനി വേറെ പണിയൊന്നുമില്ല. അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് കറിവേപ്പില, ഗരം മസാല, കുരുമുളക് പൊടി ചേർക്കുക. ഇത്രയും പണിയെടുക്കുമ്പോൾ ഒരു ചായ ഇട്ടാൽ സിങ്കിനകത്ത് 10 പാത്രം കയറുന്ന ഒരു അടുക്കളയാണ്. നിങ്ങൾ കണ്ടു കാണും, ഇവിടെ നിന്നെല്ലാം തീരുന്ന അനുസരിച്ച് ഞാൻ സിങ്കിലോട്ട് പാത്രം ഇട്ടത്. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ തരുൺ മൂർത്തി സാറും വൈഫുമാണ് ഇന്ന് ആനീസ് കിച്ചണിൽ വരുന്നത്. അപ്പോൾ ആനീസ് കിച്ചണിൽ വരുമ്പോൾ ശരിക്കും ഭയങ്കര എന്താ പറയുക, ഒരു നമ്മുടേതായ ഇതായ ഒരു ഫ്ലേവറും ഇഷ്ടവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വരുന്ന ആൾക്കാരോട് ചോദിക്കുമല്ലോ നമ്മൾ എന്നതാ ഇഷ്ടം എന്നുള്ളതും കൂടെ ചോദിക്കുക. അപ്പോൾ അവർക്കും ഒരു പ്രിഫറൻസ് ഈ പറഞ്ഞ പോലെ പാൽക്കപ്പയും നാടൻ ഫിഷ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പഠിച്ച സ്ഥിതിക്ക് ഈ ചിക്കൻ കറി അവർക്ക് കൊടുക്കാം. അടുക്കള വൃത്തിയാക്കാതെ, അടുക്കളയിലുള്ള ഒരു ഭംഗി അല്ലാതെ മേശയിലോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അവർ വരുന്നതിന് മുമ്പ് വൃത്തിയാക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരുമായിട്ട് വിത്ത് പാൽക്കപ്പ ആൻഡ് ചിക്കൻ കറി നമുക്ക് ഡൈനിങ്ങിൽ കാണാം. ഓക്കെ, ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. 1 മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ?
സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. സോ ഹാർട്ടി വെൽക്കം സർ. അതിന്റെ കൂടെ ഒരു വലിയൊരു കൺഗ്രാറ്റ്സ് കൂടെ നേരത്തെ അല്ലേ? സാറിന്റെ ഫേസിൽ ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിട്ട് നിൽക്കുവാണ് ഈ പടം ഒന്ന് ഇറങ്ങിയേച്ച് ഞങ്ങൾക്കൊന്ന് കാണാൻ പോകാനായിട്ട്. ചേച്ചി സാറിന്ന് വിളിക്കുന്ന ടെൻഷൻ. അതെന്താ റെസ്പെക്ട്? അതെന്താ വെച്ചാൽ ഒരു ഡയറക്ടറാണ്, ഒരു ഡയറക്ടറിന് കൊടുക്കേണ്ട റെസ്പെക്ട് ഐ ഷുഡ് ഗിവ്. ഞങ്ങളുടെ സ്കൂളിൽ അല്ലാതെ ഞാൻ ട്രൈ ചെയ്യാം, പക്ഷെ ഗ്യാരണ്ടി ഇല്ല കേട്ടോ. ഇദ്ദേഹം എത്ര ടെൻഷൻ പിടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പടം ഇറങ്ങാൻ പോകുന്നതിന്റെ പകുതി ഭാരം ഏറ്റെടുത്തേക്ക് വന്നോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടെ വന്നിരുന്നത്. ഇവിടെ നമ്മള് വീഡിയോ ഒന്നും നോക്കല്ലേ, ഇത് നമ്മുടെ എന്നാ പറയാ നമ്മുടെ സ്വന്തം പ്രേക്ഷകരുടെ ലിവിംഗ് റൂം ആയത്. നമ്മുടെയൊക്കെ വിശേഷം അറിയാൻ പിന്നെ അവർക്ക് എന്നാ വഴി അല്ലേ? എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല ഞാൻ പറയുമ്പോ തന്നെ. താങ്ക് യു. അപ്ന അപ്ന തോന്നുന്നില്ല ചേച്ചിയുടെ സംസാരം പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് അതാണല്ലോ. പിന്നെ ഇവിടെ വരുമ്പോ ഒട്ടും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ വരുന്നു, അപ്പൊ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. ഈ പറഞ്ഞ പോലെ ഉള്ള നേര് പറയട്ടെ, നമ്മൾ ഈ പ്രേക്ഷകരെല്ലാവരും കുറെ നാളുകൾക്ക് ശേഷം ഈ ജോണർ എന്നാന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ മേല, പക്ഷെ ഈ ഒരു എന്താ പറയാ ലാലേട്ടന്റെ ശോഭനേച്ചിയുടെ ഒരു കെമിസ്ട്രി ഇത് കുറെ നാളായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. പിന്നെ ആണെങ്കിൽ ഒരു ഫാമിലിയുടെ ഒരു ഭയങ്കര ടച്ച് ആ മൂവിക്കകത്ത് വരുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് കുറെ നാളായി. ദൃശ്യം പോലാന്നോ? അയ്യോ ദൃശ്യം പോലെ. ദൃശ്യം കൾട്ട് സിനിമയാണ്, ഒരിക്കലും ദൃശ്യം പോലുള്ള സിനിമയല്ല. ഇൻവെസ്റ്റിഗേഷൻ ആണോ? ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല, ഒരു ഫാമിലി ഡ്രാമ. ആ ഫാമിലിയിൽ നടക്കുന്ന ചില ചെറിയ ട്വിസ്റ്റും ടേൺസും സസ്പെൻസുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിന് താങ്ങാവുന്ന അതിഭീകരമായ ട്വിസ്റ്റുകളോ ഭീകരതകളോ പേടിക്കാനൊന്നുമില്ല. നമ്മുടെ ഒരു ഫാമിലി. എന്റെ ദൈവമേനെ സമാധാനം. എനിക്ക് അതാണ്, എല്ലാ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ സിനിമ കാണാൻ വന്നാൽ ഞങ്ങൾ ഹാപ്പി. സത്യം വരും. എന്നാന്നോ ആ രായ്ചേട്ടന്റെ ഒക്കെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കാർന്നോറുടെ ഒക്കെ വേഷം കണ്ടിട്ട് എത്ര നാളായെന്നെ. മറ്റേ നമ്മുടെ 90s ആണെങ്കിൽ ഒന്നെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഇല്ലേ, അല്ലെങ്കിൽ ശങ്കരാണി ചേട്ടനൊക്കെ, ഇവരൊക്കെ ആ കാർന്നോരായിട്ടൊന്ന് നടക്കുന്ന കാണാൻ തന്നെ എന്നാ രസമാണ്. ഒത്തിരിയും കാലത്തിന് ശേഷം സിനിമയില് ഈ ഒരു ചേഞ്ച് വരുക, ഇതിനു വേണ്ടി ചിന്തിച്ചത് കുറെ നാളായിട്ട് മനസ്സിലുള്ളതാണോ? അല്ല, അത് ആക്ച്വലി രഞ്ജിത്തേട്ടനാണ് ഈ പ്രോജക്റ്റ്. ഓൾറെഡി ഞാൻ വരുന്നതിന് മുന്നേ ഇവർക്കൊരു സ്റ്റോറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സൗദി വെള്ളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് രഞ്ജിത്തേട്ടൻ വിളിച്ചിട്ട് നമുക്കൊരു സബ്ജക്ട് ചെയ്താലോ. അപ്പം അങ്ങനെ പിന്നീട് ഞാൻ വന്നപ്പോൾ എൻ്റെതായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് വെച്ചു. പിന്നെ സുനിൽ KR എന്നുള്ള റൈറ്ററുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി അതിനെ വലുതാക്കി. അപ്പം ഞങ്ങൾ അന്നും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞതായിരുന്നു, നമുക്ക് കേരളത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ എല്ലാ കുടുംബത്തിനെയും തിയേറ്ററിൽ കൊണ്ടുവരണം, അവരെ രസിപ്പിക്കണം, അവരെ കണക്ട് ചെയ്യിക്കണം, ഇമോഷണൽ ആക്കണം, അങ്ങനെ ഇമോഷൻ. സത്യം പറഞ്ഞാൽ ഈ കണക്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അല്ലേ, ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സെയിം സാധനമല്ലേ എന്ന് തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് അത് റിയാക്ഷൻ അപ്പൊ അതെന്നതോ ഉണ്ടെന്നുള്ളത് മനസ്സിലായേ. ഞാൻ ഇച്ചിരി അങ്ങനെ ഇട്ട് ചോദിച്ചാൽ കഥ പറയുവേല. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തൊരു ചേട്ടൻ ചേച്ചി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു ചേട്ടൻ ചേച്ചി, നമ്മുടെ അച്ഛൻ അമ്മ വലിയച്ഛൻ എന്നൊക്കെ തോന്നുന്ന ഒരു മനുഷ്യൻ. അതാ വേണ്ടി കേട്ടോ. ഈ കഥ ആദ്യമായിട്ട് പറഞ്ഞോ വീട്ടിൽ വന്ന് എടുക്കുന്നതിന് മുമ്പ്? കഥ കേട്ടായിരുന്നു? ക്രിട്ടിസൈസ് ചെയ്യുവോ? ഞാൻ പറയും അതിഭീകരമായിട്ട് കൊള്ളൂലെന്ന് പറയും. മൂത്തോക്കി പറയോ? ആദ്യം നമുക്കൊരു വിഷമമൊക്കെ എടുക്കണം, പിന്നെ റിയലൈസ് ചെയ്യും ശരിയാണ്, പിന്നെ നമ്മൾ മാറി ചിന്തിച്ച് പോകും. ആദ്യം അക്സെപ്റ്റ് ചെയ്യുമല്ലോ അല്ലേ? ഇല്ലേ, നിനക്ക് തോന്നിയതാ അങ്ങനെയൊക്കെ പറയോ? ഇല്ല, അങ്ങനെയൊന്നും പറയാറില്ല. ഇല്ല, എല്ലാ സ്ക്രിപ്റ്റും കഴിയുമ്പോൾ വായിക്കാൻ കൊടുക്കാറുണ്ട്. ഭയങ്കര ബുദ്ധിയാ. ബേസിക്കലി ബുക്സ് ഇങ്ങനെ വായിക്കുന്ന ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ ഉള്ള റീഡിങ്, അതിന്റെ ഒക്കെ അഭിപ്രായങ്ങൾ ചിലപ്പോഴെന്തെങ്കിലൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യാറില്ല. എനിക്കറിയില്ല പറയുന്നത് ഇപ്പൊ ശരിയാവോ, അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. സാധാരണ നമ്മൾ കാണുന്ന ഒരു വെറുതെ ഇപ്പൊ ലാലേട്ടനൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പൊ ലാലേട്ടൻ അങ്ങനെ വന്നാ ഇഷ്ടാവും, ഇങ്ങനെ വന്നാ അങ്ങനെയൊക്കെ. ഇത് ലാലേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാ ശരിക്കും നമുക്കൊക്കെ ഈ ഒരു ലാലേട്ടന്, ഇപ്പൊ ഞാൻ എന്റെ വർക്ക് ചെയ്ത സമയത്ത് ഇതുവരെ ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരുമായിട്ട് വർക്ക് ചെയ്തു, ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു ആങ്സൈറ്റി നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ ലാലേട്ടൻ. സത്യം. പക്ഷെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ആക്ച്വലി ലാലേട്ടനെ കാണുമ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ആകാംക്ഷ അതെല്ലാം ഉണ്ടല്ലോ. അത് ശരിക്കും ലാലേട്ടനായിട്ടും ശോഭനേച്ചിയായിട്ടും എത്താൻ, ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താനുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു?
ലാലേട്ടന് വേണ്ടിയിട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാണ് രഞ്ജിത്തേട്ടൻ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ടെൻഷൻ ഞാൻ കഥ കേൾക്കാൻ വേണ്ടി പോകുമ്പോൾ അയ്യോ നമ്മളിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഒരു ലാലേട്ടൻ സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡയറക്ടറെ വിളിക്കുമ്പോൾ അത് കഥ കേട്ടിട്ടില്ല, കഥ കേട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ വലിയ അഹങ്കാരിയായിട്ട് മാറാനായിട്ട് വളരെ സാധ്യതകളാണ്. രസോർണോ ഞാനിങ്ങനെ വൈകുന്ന ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ ദൈവം അത് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കഥയായിരിക്കണേ എന്ന് പറഞ്ഞാണ് പോകുന്നത്. രഞ്ജിത്തേട്ടനാണ് എൻ്റെ ഇത് കഥ നറേറ്റ് ചെയ്യണം. അപ്പം ഫസ്റ്റ് ഹാഫ് മാത്രം എൻ്റെ നറേറ്റ് ഇങ്ങനെയൊക്കെയാണ് ആ കഥാപാത്രം. ബാക്കി തരുൺ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇനി തരുൺ അങ്ങോട്ട് അതിനെ പൊലിപ്പിച്ചോളുന്നു. അപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഈ പറയുന്ന പോലെ എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് വീടിനപ്പുറത്തുള്ളൊരു കാറൊക്കെ ഓടിച്ചാണ് ചേട്ടനും ജയൻ എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ട് അങ്ങനത്തെ ചേട്ടനൊക്കെ പെട്ടെന്ന് കണക്റ്റായി. പിന്നെ അതിലേക്ക് ഇനി സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കയറ്റുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ ക്യാരക്ടർ കണക്റ്റായി. പിന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് വർക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഞാനൊന്ന് വർക്ക് ചെയ്ത് ചേട്ടനത് എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശോഭന ചേച്ചി ഒന്നും അപ്പോൾ ഇല്ല, അങ്ങനെ ഒരു ഐഡിയയെ ഞങ്ങളുടെ മനസ്സിലില്ല. പിന്നെ അതങ്ങനെ വർക്ക് ചെയ്ത് ഒരു ഏതാണ്ട് 8 മാസത്തോളം എടുത്ത് ഇതിൻ്റെ റൈറ്റിംഗ് റീറൈറ്റിംഗ് ഒക്കെ നടത്തി. അപ്പം വർക്ക് നന്നായിട്ട് ചെയ്തായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഒരു ശോഭനാമൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു തമിഴ് ക്യാരക്ടർ, ഒരു തമിഴും മലയാളവും ഒക്കെ സംസാരിക്കും. അപ്പം ഞാൻ എഴുത്തിൻ്റെ ഇടയിൽ അതിങ്ങനെ തമിഴ് മലയാളം ക്യാരക്ടറായിട്ട് മാറിയത്. അപ്പം എൻ്റെ ഉള്ളിൽ അത് ശോഭന മാമനെ കൊണ്ട് ചെയ്യിക്കുക, ശോഭന മാമനെ കൊണ്ട് ഡബ് ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശോഭന മാമ ഡബ് ചെയ്തേക്കണം. അപ്പം അതെ. അപ്പം ആ ക്യാരക്ടർ ശോഭന ചേച്ചി ചെയ്യുമ്പം തന്നെ ഇത് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റില്ല ആക്ടർ കമ്മിറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു കൊതി എനിക്കറിയാം. അപ്പോൾ ഞാനിങ്ങനെ ഡബ് ചെയ്യാൻ വന്നപ്പോഴൊക്കെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എങ്ങനെയോ അത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ രണ്ടുപേരും ഒരുമിച്ച് വന്ന് കയറി സിനിമ സംഭവിച്ചു. ഭയങ്കര ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു കെമിസ്ട്രിയാണ് അവർ തമ്മിലുള്ള. മാത്രമല്ല ലാലേട്ടൻ്റെ അടുത്ത് എങ്ങനെ കഥ പറഞ്ഞേ? രണ്ടു കഥ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. ഞാൻ രഞ്ജിത്തേട്ടൻ്റെ കഥയൊക്കെ ഈ 8 മാസം കൊണ്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ രഞ്ജിത്തേട്ടൻ്റെ പോയി പറഞ്ഞു, രഞ്ജിത്തേട്ടൻ ഞാൻ ഈ മനുഷ്യനെ പണ്ടെപ്പോഴോ ഒരു ലിഫ്റ്റിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ ഈ ബൗൺസേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ലാലിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അന്ന് നമുക്ക് സിനിമയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പം അങ്ങനെ ഒരാളുടെ അടുക്കൽ പോയി കഥ പറഞ്ഞിട്ട് നമുക്ക് ആകെ കിട്ടുന്നൊരു അവസരമാണ്. അപ്പം ചേട്ടൻ്റെ ഒരു കുറേ നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് ധൈര്യമില്ല. ഞാൻ പക്ഷേ ബാക്കി ആളുടെ മുന്നിലും ഭയങ്കര നറേറ്റ് ചെയ്യുന്ന ആളാണോ, എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവൊന്നുമില്ല. പക്ഷേ ലാലേട്ടൻ്റെ മുന്നിൽ ചിലപ്പോൾ ഞാൻ പാളിപ്പോകും ചേട്ടാ എന്ന് ഞാൻ കുറ്റസമ്മതം നടത്തി. അപ്പം അങ്ങനെ അവരെന്താണ് അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. പണ്ട് സച്ചിയേട്ടൻ അയ്യപ്പനും കോശിയൊക്കെ ഒരു ഓഡിയോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അത് സച്ചിയേട്ടൻ തന്നെ വായിച്ചിട്ട് അതാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തത്. അപ്പം തരുൺ അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ, ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു പുതിയ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഐഡിയ. അപ്പം അങ്ങനെ പിന്നെ ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് ഈ കഥ എങ്ങനെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ലാലേട്ടനെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ദീപക് എന്ന് പറഞ്ഞ ആളെ വിളിച്ച് ഈ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പ്ലേ ചെയ്ത് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ സിനിമ കാണുന്നൊരവസ്ഥയിൽ അതിനെ ചെയ്തിട്ട് ഞാൻ നൈസായിട്ട് ഇങ്ങനെ ലാലേട്ടനൊപ്പം കഥ പറയാൻ വേണ്ടി കയറിയിരുന്നു. ലാലേട്ടൻ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ ചങ്കിടിച്ച് എണീക്കണോ നിൽക്കണോ ഇതുപോലെ തന്നെ വന്നിട്ട് സാർ ഇരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഉള്ള പരിപാടി കൂടി പോകും. അപ്പൊ അങ്ങനെ ഇരുന്ന് പിന്നെ സൗദി പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും വരില്ലായിരുന്നു. ഇല്ല, ഉറപ്പായിട്ടും വരില്ല. ഉറപ്പായിട്ടും കൊള്ളാൻ അത് നറേറ്റ് ചെയ്യിച്ചു എന്നെ കൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് പിന്നെ സൗദി വെള്ളത്തിനെ പറ്റി സംസാരിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം കുറെ ആ സമയത്ത് കുറച്ച് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് വന്നേ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാമല്ലേ മോനെന്ന്. അപ്പം ഞാൻ നേരെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ എടുത്ത് വെച്ച് ഞാൻ പിന്നെ ഐപാഡൊക്കെ എടുത്ത് അപ്പം ചേട്ടനെ വളരെ കൗതുകത്തിന് എന്താ പരിപാടി എന്നൊക്കെ. അപ്പം രഞ്ജിത്തേട്ടൻ പറഞ്ഞത് ഇതൊരു പുതിയ രീതിയിലാണ് തരുൺ പ്രിപ്പയർ ആയി വന്നേക്കണമെന്ന്, എന്നാൽ നമുക്ക് പുതിയ രീതി കേൾക്കാം, അതല്ലേ പുതിയതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇട്ടപ്പം തന്നെ ഇങ്ങനെ മ്യൂസിക്കലി ടൈറ്റിൽസും പരിപാടിയൊക്കെ വരുന്ന കണ്ടപ്പം തന്നെ പുള്ളി അതിങ്ങനെ കണ്ണൊക്കെ അടിച്ചിരുന്നു. അപ്പം ചെറിയ ചിരിയൊക്കെ തന്നെ കാണാം. ഈ ട്രെയിലറിൽ കാണിച്ച പല സീക്വൻസ്, ഇപ്പം സാരി വലിക്കുന്ന സീക്വൻസ് കാണുമ്പം പുള്ളിയുടെ ചുണ്ടത്തൊരു ചിരി തന്നെ കാണാം. അപ്പം എനിക്ക് ഭയങ്കര മേ ബി. അപ്പം അങ്ങനെ ഇന്റർവെൽ വരെ കേട്ടു. ഇന്റർവെല്ലാം കേട്ട് പിന്നെ ബ്രേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പുള്ളി അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് പറഞ്ഞാൽ മോൻ ഇപ്പം ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ഈ സെക്കൻഡ് ഹാഫ് വളരെ ചുരുക്കി മോൻ തന്നെ പറഞ്ഞാൽ മതി. പക്ഷെ ഇപ്പൊ കുറച്ച് ധൈര്യം വന്നില്ല അത്രയും നേരം ഇരുന്നപ്പോഴത്തേന്. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അത് അങ്ങോട്ട് സെറ്റായി. അത് കഴിഞ്ഞ് അന്ന് പിന്നെ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ. ലാലേട്ടൻ്റെ കുറച്ച് സജഷൻസ് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ട് സംസാരിച്ചപ്പം അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ എന്നൊക്കെ ഉള്ളത് വന്നപ്പം ഒരു നെക്സ്റ്റ് ഒരു ഇരിപ്പും കൂടി ഇരിക്കാം, വന്നിട്ട് നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിന്നെ ഒരു 2 മാസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എമ്പുരാൻ്റെ ഷൂട്ടിന് പോയി. അപ്പം വന്നപ്പം ഞാൻ വീണ്ടും അതുപോലെയൊക്കെ കുറച്ച് ഓഡിയോ കേട്ടാ വന്നു. അപ്പൊ മോനെ ഇനി ഓഡിയോ ഒന്നും കേൾപ്പിക്കണ്ട, നീ അതൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ
ഫ്ലാറ്റിൻ്റെ ഒരു സോഫയുടെ ഇപ്പുറത്തെ സൈഡിലായിരുന്നേ. അന്ന് നമ്മൾ ഇവിടെ ഇരുന്നല്ലേ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് പറയുന്നത് അടുത്ത് പിടിച്ചെത്തി. ആ ഒരു കോൺഫിഡൻസ് അല്ലേ, ആ ഒരു പേടി മാറ്റുക. ഫസ്റ്റ് ഡേ ഫസ്റ്റ് സ്റ്റേക്ക് ലാലേട്ടൻ ഷോ ഒരുമിച്ചുള്ളായിരുന്നു. അപ്പൊ ഇത് ഞാൻ അന്നത്തെ തലേദിവസം ഉറങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ എക്സൈറ്റ്മെന്റ് ആണ്. ഇവർക്കാണല്ലോ ആക്ഷൻ വിളിക്കാൻ പോകുന്നത്. നമ്മള് കഴിഞ്ഞ സിനിമകളുടെ എല്ലാ സീനുകളും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം തിരിഞ്ഞും മറിഞ്ഞു ഒക്കെ കിടക്കും. അപ്പൊ ഞാൻ ഉള്ളോട് പറയും, നാളെ ആർക്കാ നമ്മൾ ആക്ഷൻ വിളിക്കാൻ പോണത്, ശോഭനയും മോഹൻലാലും, അയ്യോ എന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൊച്ചു കുട്ടികളെ പോലെ, സാർ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് നമ്മളാക്കുവാണോ, ഞാനിങ്ങനെ സാർ ഞങ്ങൾ. അപ്പം ഞാൻ മാം ഒരു സാരി വീട്ടിലൊക്കെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കഞ്ഞി മുക്കിയ സാരി വെച്ചിട്ട് ഇങ്ങനെ വലിക്കുന്ന കോട്ടൺ സാരി മടക്കുന്നൊരു കണ്ടിട്ടുണ്ട്. എനിക്ക് അതുപോലത്തെ ഒരു സീൻ സോങ്ങിലേക്കുള്ള സീക്വൻസ് ആണ്, അതൊന്ന് ചെയ്യാം. അതെങ്ങനെയാണ് വലിക്കേണ്ടത്? ഇതിപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യം, രണ്ടുപേരും സാരി, പക്ഷെ എന്നാലും നമ്മളത് ചെയ്ത് എങ്ങനെയാണ് പറയണം. പിന്നെ ഞാനപ്പം എൻ്റെ അസോസിയേറ്റിനെ വിളിച്ചിട്ട് ഇങ്ങനെയാന്ന് പറഞ്ഞു, അത് മടക്കണമായിരുന്നു. പിന്നെ അത്രയും കാണിച്ചു കൊടുത്തിട്ട് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് അത് അങ്ങോട്ട് ചെയ്തു. അപ്പം ചുറ്റിനും ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളെല്ലാം, എൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്ത് ഒരു ജനലിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അവരുടെ മോൻ ലാലേട്ടനും ശോഭനയ്ക്കും ആക്ഷൻ വിളിക്കണ കാണാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടൈമിങ് ഫോക്കസ് ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ അമ്മ അവിടെ ശരിയായില്ല ഇങ്ങനെയല്ല സാരി വലിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വലിയും കൂടി വലിച്ച് അവര് അവിടെ ഒരു എന്താ പറയാ, അവിടെ ഒരു കാണുന്നത് ആ റൊമാൻസ് സീക്വൻസ് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ അവിടെ ഒന്നും. എനിക്ക് ഏറ്റവും തോന്നിയ എന്താ അറിയോ, ശരിക്കും സാറ് അവർക്ക് ആക്ഷൻ പറയുന്നതിനെക്കാട്ടിലും അവരുമായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ മനസ്സ് നിറഞ്ഞ ആ രണ്ടുപേർക്ക് കേട്ടോ. ആ അച്ഛനും അമ്മയ്ക്കും ആ ഒരു നിറവ് ആ മനസ്സിനകത്ത് ഒരുപാടുണ്ടാവും. അവരുടെ ആ ഒരു നിമിഷ നേരമുള്ള ഒരു ബ്ലെസ്സിങ് ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര നമ്മളെ എന്താ പറയാ, എത്രയോ വലിയ അനുഗ്രഹമാണത്. അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, വി ക്യാൻ എന്താ പറയാ ഹൈറ്റ്സിലേക്ക് എത്തും. അതാണ് നമുക്ക് വേണ്ടിയത് ഡെഫിനറ്റ്ലി. ഇതെന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, വീട്ടു വിശേഷമൊക്കെ പറഞ്ഞു ഇനി ഞങ്ങൾ സിനിമ പറയല്ലേ. അല്ല, ഒരു കാര്യം ഉണ്ടല്ലോ, എന്റെ മര്യാദകളെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതുവരെ പേര് വെച്ചില്ല. എനിക്കും അറിയാൻ മേല, നാട്ടുകാർക്കും അറിയാൻ മേല. എന്തൊരു നാണക്കേടാ അല്ലേ പേരെന്നാ? രേവതി റോയ്. രേവതി. ഓക്കെ. പിള്ളേര് ഞങ്ങള് സംസാരിക്കുന്നത്, ഞങ്ങൾ കൊച്ചു കുറെ നേരമായിട്ട് മിണ്ടാതിരിക്കുന്നു. അന്നേരം മിണ്ടാതിരിക്കുന്നതോടൊന്നും എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് വർത്താനം പറയണം അല്ലേ, വീട്ടുവിശേഷങ്ങൾ പറയണം. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണോ കാണാൻ പോകുന്നത്, അതോ പ്രിവ്യൂ അങ്ങനെ വല്ലതും കണ്ടോ? ഒന്നും കണ്ടില്ല. ആണല്ലേ. എങ്ങനത്തെ പടം ചെയ്യുന്ന ഇഷ്ടം? ഈ 3 പടത്തിൽ ഏതാ ബെസ്റ്റ് ഇഷ്ടം? പറഞ്ഞു കേട്ടാലും തുടരും കണ്ടില്ല. ഓക്കെ. അല്ല, ഓപ്പറേഷൻ ജാവ എപ്പോഴും എന്തായാലും ഓൾ ടൈം ഫേവറേറ്റ് ആണ്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് എപ്പോഴും പ്രിയപ്പെട്ടതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ സൗദികളൊക്കെ ഓപ്പറേഷൻ ജാവയുടെ സൗദി വെള്ളക്കാന്ന് വെച്ചപ്പം വീട്ടിലാണെങ്കിൽ എല്ലാം ഓപ്പറേഷൻ ജാവയ്ക്കായിരിക്കും വോട്ട് പോകുന്നത്. പക്ഷെ സൗദി വെള്ളക്ക നമ്മള് എന്താ പറയുക, ഒരിക്കലും നമ്മള് എത്താൻ പറ്റാത്ത സ്ഥലങ്ങള്, ഇപ്പം നാഷണൽ അവാർഡ് കിട്ടി, അങ്ങനെ ഒക്കെ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് ഫിലിം. പക്ഷെ തുടരും ലാലേട്ടൻ. നമ്മളെല്ലാവരും ഇഷ്ടമാണ്. നമ്മളെല്ലാരും ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്ന ലാലേട്ടൻ ശോഭനേച്ചി ഇതിനെ കാണാനായിട്ടുള്ളത്. നാട്ടുകാർ മുഴുവൻ നമ്മള് കഴിഞ്ഞ വർഷം ഈ സമയത്തായിരുന്നു, വെക്കേഷൻ ടൈമിലായിരുന്നു ഷൂട്ട്. അപ്പൊ മിക്കവാറും ദിവസം ഞാനും പിള്ളേരും ഇവരെ കാണാനായിട്ട്. ഭർത്താവിന് സുഖമാണോ നല്ലോണം ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. ഞാൻ ലാലേട്ടനെ ശോഭനേച്ചി കണ്ടിട്ട് വരാം. ഒരുപാട് ഇപ്പം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, എന്റെ ബർത്ത്ഡേ അല്ലേ, ഇവളുടെ ബർത്ത്ഡേ, രഞ്ജിത്തേന്റെ ബർത്ത്ഡേ, രഞ്ജിത്തേന്റെ വെഡിങ്, അങ്ങനെ എല്ലാ സെലിബ്രേഷനും മോന്റെ ബർത്ത്ഡേ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എല്ലാരും കൂടെ ഉള്ള നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു ആഗ്രഹം, എല്ലാ മനുഷ്യരുടെ അവരുടെയൊക്കെ ഒപ്പം എങ്ങനെയൊക്കെ നിൽക്കുന്നു നമ്മളൊരിക്കലും. അത് ശരിയാ. സർ, ഇപ്പൊ നമ്മള് 3 ഫിലിമായി. ഇപ്പൊ സാറിന് ഫസ്റ്റ് ഫിലിം വരുമ്പോ സാറിന്റെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓൾ ഓഫ് എ സഡൻ അതൊരു ബ്ലെസ്സിങ് പോലെ, ചിലർക്ക് ബ്ലെസ്സിങ് പോലെ പെട്ടെന്ന് കയറാൻ പറ്റും, ചിലർക്ക് പതുക്കെ വരാൻ പറ്റുന്നു, ചിലർ കുറെ പ്രയത്നിച്ചിട്ട് വരുന്നു. സാർ എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ ആക്ച്വലി അഭിനയിക്കാനൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അല്ല, സീരിയസ്ലി ഭയങ്കര സിനിമ അഭിനയ മോഹവും ഒക്കെ ആയിട്ട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത്, ഇപ്പം കല്യാണം കഴിക്കുന്ന സമയത്തും ഒക്കെ, ഞങ്ങൾ കല്യാണം ഇപ്പം 9 വർഷമാകുന്നു. അപ്പൊ ആ സമയങ്ങളിലും ഒക്കെ അഭിനയം, ഞാനുള്ളു പറയുന്നത് ഞാൻ ആക്ടർ ആവും എന്നാണ് ഉള്ളു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും സംവിധാനമോ എഴുത്തോ ഒന്നും ഞങ്ങളുടെ ഒന്നും വഴികളിൽ പോലും ഇല്ല. അപ്പം അങ്ങനെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നും നടക്കുന്നില്ല. ലൈഫ് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക.
കല്യാണം കഴിക്കുന്ന സമയത്ത്. ഇവള് ക്യാരിയിങ് ആയി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് ജോലി റിസൈൻ ചെയ്യുകയെന്ന്. അപ്പം ഞാനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ലൈഫിലൊരു ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല, ഭയങ്കര മെക്കാനിക്കലാണ്. ഭയങ്കര നമ്മളിനി ഈ എൻ്റെ ഡ്രീം സിനിമയിലെത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, അപ്പം ഞാൻ ആ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിൽ ഇവള് പുച്ഛിക്കും, കൊള്ളില്ല അഭിനയിക്കാൻ, ഭയങ്കര ആർട്ടിഫിഷ്യലാണ്, ഭയങ്കര ഡ്രാമയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പതിയെ ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് ഞാൻ പതിയെ, കാരണം നമ്മൾ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അവിടെയൊക്കെ ഈ നാടകം മികച്ച നടൻ എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ തലയിൽ കയറിയിട്ട് ഞാൻ അടുത്ത മോഹൻലാൽ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം പക്ഷെ അത് പതിയെ പൊളിഞ്ഞു തുടങ്ങി. പക്ഷെ എനിക്ക് സിനിമയിലെത്തണം, സിനിമയിൽ എങ്ങനെയെങ്കിലൊക്കെ ഭാഗമാകണം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായൊരു വാശി അല്ലെങ്കിൽ ഡ്രീം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ എനിക്ക് എങ്ങനെ സിനിമയിൽ എത്താൻ പറ്റും. അപ്പം എന്നാൽ പിന്നെ ഡയറക്ടർ ആയാലോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു 4 വർഷത്തെ ഒരു കല്യാണം കഴിഞ്ഞ് 3 വർഷമൊക്കെ ആയപ്പോഴത്തേക്കാണ് അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. ഈ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, തിരക്കഥകൾ വായിക്കാറുണ്ട്. അപ്പോൾ ഒരു റൈറ്റിങ്ങിൻ്റെ നമ്മളൊരു നല്ല ഓഡിയൻ ആയാൽ മതി, നല്ലൊരു സ്ക്രീൻ പ്ലേ മനസ്സിലാക്കാനായിട്ട്. പിന്നെ അത് നമ്മുടെ മനസ്സിലുള്ള സിനിമ എഴുതി ഒരു മനുഷ്യനെ എനിക്ക് പരിചയമില്ല ഇൻഡസ്ട്രിയിൽ. അപ്പം എൻ്റെ വീട് വൈക്കമാണ്, എൻ്റെ വീട്. അപ്പം വൈക്കത്ത് ഒരു വൈറ്റ് ഗേറ്റ് റെസിഡൻസി എന്നും പറഞ്ഞൊരു ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവരാണ് ഈ പറയുന്ന, എനിക്ക് അവരെ പരിചയമൊന്നുമില്ല, അവരാണ് ഈ കുപ്രസിദ്ധ ബൈ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഒരു പത്മ ഉദയ്, TS ഉദയൻ, അവർ ദുബായ് സെറ്റിൽഡാണ്. അപ്പോൾ അവർ സിനിമകളൊക്കെ ചെയ്യാൻ, അപ്പം നമ്മൾ അച്ഛനോട് പറയും ഒന്ന് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, ഇങ്ങനെ നമ്മൾ വൈക്കത്തുള്ളതല്ലേ, അപ്പോൾ അപ്പം ഈ TS ഉദയൻ എന്ന് പറഞ്ഞ ആള് ഒരു ഓണം സമയത്ത് ഇങ്ങനെ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന, അപ്പം ഓണം സമയമാണ്. അപ്പം ഞാനും അച്ഛനും കൂടി സ്കൂട്ടറിലാണ് ഈ കഥ പറയാൻ. അപ്പം ഞങ്ങൾ ആ ഹോട്ടലിൽ വതക്കിപ്പോയി ഇങ്ങനെ തരുൺമൂർത്തി ഇങ്ങനെ ഒരു കഥ പറയാനാണെന്ന്. അപ്പം ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ TS ഉദയൻ എന്ന് പറഞ്ഞ ആള് വൈക്കത്തമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. അപ്പം ആ സമയത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പം പുള്ളി ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ വൈക്കത്തമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുക്കൽ ഒരു കഥ പറയാനൊരിടത്തും വന്നു, അതുകൊണ്ട് ഞാൻ ഈ കഥ കേൾക്കും. ഭഗവാന്റെ നിശ്ചയാട്ടോ. അപ്പം എന്തൊക്കെ പറഞ്ഞു, ഓക്കെ ഞാൻ കേൾക്കാൻ പോകാൻ, നമുക്ക് ചതയത്തിൻ്റെ അന്ന് കേൾക്കാം, ഞാൻ ഇന്നിപ്പോൾ തിരുവോണമൊക്കെ അല്ലേ, ഞാനൊന്ന് വീട്ടുകാരെ ഒരു അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഞാൻ കേട്ട അതിന് അവിടെ നിന്ന് വണ്ടി എടുത്ത് അച്ഛനുമായിട്ട് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞാൽ സമയവും ചോദിച്ചില്ല, എവിടെ വെച്ചാൽ കാണേണ്ടതെന്നും ചോദിച്ചു. വെപ്രാളത്തെ അവിടെ ചെന്നപ്പോഴത്തേക്കും അയ്യോ ഇത് ചോദിച്ചില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അമ്പലത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നേരെ വണ്ടി എടുത്ത് നേരെ അമ്പലത്തിലോട്ട് പോയി. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് തപ്പി പുള്ളി നടയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ സൈഡിൽ കൂടി ഇങ്ങനെ അറ്റത്ത് നാളെ ഞാൻ എപ്പോഴും സാർ ഞാൻ നാളെ എപ്പോഴാണ് പറയേണ്ടത്. അപ്പം പുള്ളി നോക്കും വീണ്ടും ദൈവൻ. അപ്പം വീണ്ടും നടയുടെ മുന്നിൽ ഒരാൾ വന്ന് കഥയും ചോദിച്ച് അല്ലെങ്കിൽ സമയവും ചോദിച്ചു, മോനെ നമുക്ക് ചതയത്തിൻ്റെ അന്ന് 10 മണിയാകുമ്പോൾ കേൾക്കാം. അപ്പം പുള്ളി ഉറപ്പിച്ചു ഇത് കഥ മോശമാണെങ്കിലും ഇത് കൊള്ളില്ല എന്നുണ്ടെങ്കിലും ഇവൻ വൈക്കത്തമ്പൻ്റെ മുമ്പിൽ വന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് ഒരുത്തൻ കഥ അങ്ങനെയാണ് ചതയത്തിൽ നിന്ന് പോയി. അപ്പം പുള്ളി ഓൾറെഡി എനിക്ക് ഉറപ്പാണ് വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇത് പ്രിപ്പയർഡ് ആയിരുന്നു. ഇവൻ എന്ത് മോശം കഥയാണ് പറഞ്ഞെങ്കിലും ഞാൻ ഇവനോട് ഇവന്റെ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഞാനിങ്ങനെ പോയി കഥയൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ലൈഫിലൊരു ഡിസിഷൻ പോയിന്റ് ആണല്ലോ. അപ്പം എങ്ങനെയെങ്കിലും ഒരു ഓവർ പ്രഷർ ഉണ്ടായിരുന്നു. ആ പ്രഷർ പറഞ്ഞാൽ അങ്ങനെ പ്രോപ്പറായിട്ടൊന്നും പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കണേ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഏതാ ആക്ടർ അറിയില്ല, ഏതാ ക്യാമറമാൻ അറിയില്ല, ഒന്നും അറിയില്ല സാർ. ഞാൻ പക്ഷേ എനിക്കൊരു നല്ല ടീം ഞാൻ സെറ്റ് ചെയ്ത് ഞാനിത് ഷൂട്ട് ചെയ്ത് തരും സാറിന്. ഞാൻ എന്തായാലും ഒരു അണ്ടർഡോഗിനെ പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. നമുക്ക് ഈ അണ്ടർഡോഗുകളായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ അതേ ഫയറൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ അവരെ പിക്ക് ചെയ്യാം. അങ്ങനെയാണ് ബാലുവിനെ പിക്ക് ചെയ്യുന്നത്, ലുക്മാനെ പിക്ക് ചെയ്യുന്നത്, ബിനു പപ്പുവിനെ പിക്ക്, അങ്ങനെ ഒരു ഫയറുള്ള അല്ലെങ്കിൽ ലൈഫിൽ ഞങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഇർഷാദിനെ കിട്ടി, അലക്സാണ്ടർ പ്രശാന്തിനെ കിട്ടി, മമിത ബൈജു ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പ് വന്ന് ചേർന്നു. ടെക്നീഷ്യൻസ് എല്ലാവരും പുതിയ ആളുകൾ, ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ആ പ്രൊഡക്ഷൻ ടീം തന്നു. അതങ്ങനെ ഒരു ഫെബ്രുവരി 12 ആ സിനിമ ഇറങ്ങുമ്പോഴും ആ സിനിമയ്ക്ക് യാതൊരുവിധ ഹോപ്പുകളും ഇല്ല. അതിൻ്റെ നല്ല ട്രെയിലർ ഉണ്ടാകുന്ന കുറേ സിനിപ്പൈൽസുകൾ ഇങ്ങനെ അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, അത് നല്ല സിനിമയായിരിക്കും. പക്ഷേ ബാക്കി ഒരു കോമൺ ഓഡിയൻസിനൊന്നും ഒരു രീതിയിലും പ്രതീക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു അത്. ഫെബ്രുവരി 12 റിലീസായി കഴിഞ്ഞപ്പോൾ ഉച്ചയോടുകൂടി വരാൻ തുടങ്ങിയ കോൾസ്, അതേ സിനിമയുടെ മാജിക് അതാണ്. ഒരു പരിചയമില്ലാത്ത മനുഷ്യർ, മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാറുകൾ ഒക്കെ വിളിക്കുന്നു. അത് ഒരു 80 days തിയേറ്ററിൽ ഓടി. അപ്പം സെക്കൻഡ് ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ഒരു 100 അടിക്കും നിന്നില്ല, അത് 80 അവിടെ നിന്നു.
അത് കഴിഞ്ഞിട്ട് ആ ലോക്ക്ഡൗൺ വന്നത് C5 വീണ്ടും അത് OTT-ൽ, അതോടി വേറെ അന്യനാട്ടിൽ നിന്ന് വിളിക്കുന്നു. ബാക്കിയുള്ള ശരിക്കും നമ്മുടെ ആ ഒരു സ്ട്രഗിളിന്റെ ഒരു സക്സസ് അല്ലേ, നമ്മൾ ആ ഒരു സന്തോഷം കിട്ടിയ. അതെ. അപ്പൊ ഞാൻ പോയി എന്റെ ഭക്ഷണം എടുത്തിട്ട് വരാം. ഓക്കെ. ഭയങ്കര നാടൻ ഭക്ഷണമാണോ ഇഷ്ടം? വീട്ടിലെന്തുണ്ടാക്കുന്നു അത് ഇഷ്ടം എന്നുള്ള രീതിയാണ്. അത് ഭയങ്കര കുക്കാ? എല്ലാവർക്കും എങ്ങനെയാ ഇഷ്ടം? ഭയങ്കര മറ്റേ ചൈനീസോ അങ്ങനെയൊക്കെയാണോ ഇഷ്ടം? അത് ഈ കപ്പ അങ്ങനെയൊക്കെ നമ്മുടെ തൊടുവല്ലായിരിക്കും അല്ലേ? ചിക്കൻ, ഒരാള് ചിക്കൻ, ഒരാള് ഫിഷ്. നല്ല പണിയാ. ഒരാൾക്ക് വൈറ്റ് റൈസ്, ഒരാൾക്ക് കുത്തരിച്ചോറ്. എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുകയല്ല. നമുക്കും കൂടെ കൺവീനിയന്റ് ആയിട്ട് പിള്ളേർ കഴിച്ചു തുടങ്ങി നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. പ്രയാസം നമുക്ക് പറഞ്ഞാലല്ലേ മനസ്സിലാവും. എനിവേ സർ, താങ്ക് യു വെരി മച്ച്. ഇത്രയും ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ ഞങ്ങൾക്കൊന്ന് ഇത്രയും വിശേഷം പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടമ്മമാരായ ഞങ്ങൾ വേണം ഈ സിനിമ കാണാൻ പോകാനായിട്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിരിക്കും. കാര്യം ഇതേപോലത്തെ ഒരു സിനിമ കാണാൻ കുറെ നാളുമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. സാറിന് ഈ പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവാൻ ഈശ്വരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ മാത്രമല്ല എന്റെ പ്രേക്ഷകർ മൊത്തം സാറിന് കൂടെ ഉണ്ടാവും. എല്ലാവരും ഏപ്രിൽ 25 തിയേറ്റർ ഇറങ്ങുമ്പോൾ മലയാളി പ്രേക്ഷകർ പറഞ്ഞോളൂ ഞങ്ങളുടെ പ്രേക്ഷകരോട്. ഞങ്ങളുടെ എന്താ പറയാ, ഒരു 1.5 വർഷത്തെ ഒരു ഭയങ്കരമായൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് 25. അപ്പം ആ സിനിമ തുടങ്ങുന്ന സമയത്തും അതിൻ്റെ ഓരോ മൊമെന്റിലും ഒക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിലുള്ള എല്ലാ കുടുംബങ്ങളും സിനിമ കാണാൻ വരണം, തിയേറ്ററിലെത്തണം, നമുക്ക് ലാലേട്ടനൊപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് തുടരണം. പിന്നെ ഡെഫിനറ്റ്ലി അതിനെന്തായാലും ഞങ്ങൾ സഹകരിക്കും സാർ. ഞങ്ങൾ എല്ലാ ഫാമിലിയിലും എല്ലാ ആൾക്കാരും സാറിന്റെ ഫിലിം കാണും, മാക്സിമം പ്രോത്സാഹിപ്പിക്കും. എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അത് മാത്രമല്ല എന്റെ ഫുഡ് ഒന്ന് കഴിക്കാം. അതാ ഒരു നാടൻ സ്റ്റൈലിലാണ് ആ ചിക്കൻ കറി വെച്ചത്. അന്നേരം പിന്നെ എങ്ങനെ കൂടെ ഇത് കപ്പാളാണ് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി, എന്നിട്ട് പാൽക്കപ്പ. ഇതൊരു സിമ്പിൾ വേർഷനേ ചെയ്തുള്ളൂ. ഒന്നാമത്തെ കാര്യം നമുക്ക് ആ ടൈമിന്റെ ഒരു പ്രശ്നം വരുമല്ലോ, അന്നേരം ഒരു സിമ്പിൾ വേർഷനിൽ ചെയ്തു. ഇഷ്ടായോ? ചുമ്മാ പറയുമല്ലോ, അഭിനയിക്കുമല്ലോ. താങ്ക് യു സർ. എനിവേ താങ്ക് യു വെരി മച്ച്. ഇഷ്ടായോ? അറിയോ, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആണെങ്കിൽ വരുമെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എന്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. വർത്താനം കേൾക്കാന് എന്നാ കോട്ടയംകാരിയാ കണ്ടോ കാര്യം. അല്ലാതെ വേറൊന്നുമല്ല. കോട്ടയക്കാരോട് ഒരു സ്പെഷ്യൽ ഇതാ അല്ലേ? പിന്നല്ല. എനിവേ താങ്ക് യു. ഒരു കോട്ടയംകാരി തന്നെ വന്നല്ലോ, അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എനിവേ താങ്ക് യു ചേച്ചി. അപ്പൊ പുതിയ വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. ആരും അധികം താമസിക്കാതെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണണം. ഒരു ഫാമിലി മൂവിയാണ്. നമ്മളെല്ലാവരും മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. അത് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ജോലിയാണ്. അത് നമ്മൾ സഹായിച്ചു കൊടുക്കുക, നമ്മൾ സഹകരിക്കുക, എല്ലാവരും ഹിറ്റാക്കുക. ഇതേപോലെ ആനീസ് കിച്ചണും ഹിറ്റാവാൻ ഇതുപോലെ പുതിയ വിശേഷങ്ങളും പുതിയ അതിഥികളുമായിട്ട് വീണ്ടും കണ്ടേ പറ്റുള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.